ഇന്ന് ഞങ്ങളുടെ ശാലുവിൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മുമ്പേ പോയിട്ടുണ്ട്. ഞാനാണെങ്കിൽ പുറകെ ഓടി എത്തുന്നതേ ഉള്ളൂ. വഴിയിൽ നിന്ന് ഓട്ട പിടിക്കാനാണേ. കുറച്ച് മുമ്പോട്ട് നടന്നപ്പോൾ നമുക്കൊരു ഓട്ടോ കിട്ടി കേട്ടോ. അതിൽ കയറി നമ്മൾ തിരുമല വരെ എത്തി. തിരുമല കാർത്തിക കല്യാണ മണ്ഡപത്തിലാണേ കല്യാണം. അപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ വെൽക്കം ഡ്രിങ്ക് കുടിക്കാനായിട്ട് കയറിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ജ്യൂസൊക്കെ എടുത്ത് കുടിച്ചിട്ട് കുറേ നേരം കഴിഞ്ഞാണ് നമുക്ക് അകത്ത് കയറി പറ്റാൻ പറ്റിയത്. അത്രമാത്രം ആളുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ നിന്നപ്പോഴത്തേക്കാണെങ്കിൽ അത് ഉമ്മാക്ക് റെജീനയൊക്കെ സീറ്റ് കിട്ടി കേട്ടോ. ഞങ്ങൾക്കൊന്നും സീറ്റ് കിട്ടിയില്ല. അങ്ങനെ അവർ രണ്ടുപേരും ഇരുന്ന് ഞങ്ങളൊക്കെ ഇവിടെ നിന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി കേട്ടോ. അങ്ങനെ ഞങ്ങളും അവിടെ ഇരുന്നിട്ടുണ്ട്. ഇരുന്നപ്പോൾ അമ്മുക്കുട്ടിയാണെങ്കിൽ ഫോണിന് വേണ്ടി ഒരേ ബഹളമൊക്കെ ആയിരുന്നു. അങ്ങനെ അമ്മുക്കുട്ടി വന്ന് സമാധാനപ്പെടുത്തി അവന് കുറച്ച് നേരം ഫോണൊക്കെ കൊടുത്തു. അപ്പോൾ ഓരോരുത്തരായിട്ട് കഴിക്കാനൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. കഴിക്കുന്ന അനുസരിച്ച് സീറ്റ് ഒഴിഞ്ഞുകൊണ്ടിരുന്നു. അതെല്ലാം കുറച്ച് നേരം നമ്മൾ കല്യാണമൊക്കെ കണ്ടിട്ട് പതുക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ 4-5 കളരിയായി കേട്ടോ. അങ്ങനെ നമ്മൾ 5-ാമത്തെ 6-ാമത്തെ കളരിയിലാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നിന്നത്. അപ്പോൾ ഫുഡ് കഴിക്കാൻ എത്തിയപ്പോഴത്തേക്കും ആദ്യം തന്നെ റെജീനക്കൊക്കെ ഫുഡ് വിളമ്പി കിട്ടി. നമുക്ക് പതുക്കെയാണ് കിട്ടിയത്. അപ്പോൾ ചിക്കൻ ബിരിയാണി, ബീഫ് പുരട്ടിയതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ എനിക്കൊരു ചിക്കൻ പീസ് തന്നു. അപ്പോൾ ഞാൻ അതെടുത്ത് കഴിച്ചപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നെന്ന് റെജീനയൊക്കെ പറഞ്ഞു കേട്ടോ. അതിന് ശേഷമാണ് ഞങ്ങൾക്ക് ബിരിയാണിയൊക്കെ കിട്ടിയത്. എനിക്ക് വിളമ്പുന്നതേ ഉള്ളൂ. അപ്പോൾ സൂപ്പറായിരുന്നു കേട്ടോ. ഞാൻ കഴിച്ചപ്പോൾ അടിപൊളി ബിരിയാണി ആയിരുന്നു. നല്ല റാഹത്തായിരുന്നു. ഉമ്മ കഴിക്കാത്ത ഇറച്ചിയൊക്കെ എനിക്ക് വാരി വെച്ചിരുന്നുണ്ട്. അങ്ങനെ ഞാൻ എല്ലാ ഇറച്ചിയും കൂടെ തിന്ന് വയർ ഫുള്ളാക്കി കേട്ടോ. അപ്പോൾ എനിക്ക് പിന്നെ മതിയായി. പിന്നെ ഞാൻ വിചാരിച്ചു ദഹിക്കാൻ വേണ്ടി കുറച്ച് പൈനാപ്പിൾ എടുത്ത് കഴിക്കാമെന്ന്. അങ്ങനെ ഞാൻ പൈനാപ്പിൾ കഴിച്ചു. എനിക്ക് പൈനാപ്പിൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പൈനാപ്പിളൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും പുറത്തൊരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടെ വന്ന് നമ്മൾ കൊച്ചുങ്ങളൊക്കെ ഓടി കളിച്ചു കേട്ടോ. അവന്മാരെ കുറച്ച് നേരം അഴിച്ചു വിട്ടപ്പോഴത്തേക്ക് സമാധാനമായി. അവന്മാരെ പിടിച്ചിരുത്തിയിരുന്നുകൊണ്ട് തന്നെ ആകെ ഒരു ബഹളമായിരുന്നു. അങ്ങനെ പെണ്ണും ചെറുക്കനും ഒക്കെ അവിടെ വീഡിയോ എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നതിന് ശേഷം വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് റെഡിയായി കേട്ടോ. അങ്ങനെ നമ്മളിത് ആ മണ്ഡപത്തിനകത്ത് കയറി അവരോടൊക്കെ യാത്ര പറയാനായിട്ട് പോയിട്ടുണ്ട്. യാത്ര പറഞ്ഞ് നമ്മളൊരു ഓട്ടോ പിടിച്ച് വട്ടിയൂർക്കാവ് ബസ് സ്റ്റോപ്പിൽ വന്നത് നിൽക്കുവാണ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മുടെ വീട്ടിലോട്ടുള്ള ബസ് കിട്ടും. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. അപ്പോൾ നമുക്ക് വാപ്പായാണെങ്കിൽ കടിക്കാനായിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. വൈകുന്നേരം ചായയൊക്കെ ഇട്ട് വീട്ടിൽ കൊണ്ടുവച്ച് കഴിക്കാമല്ലോ. അങ്ങനെ നമ്മൾ പരിപ്പുവട, സമൂസ അങ്ങനെയുള്ള സാധനങ്ങളും വാങ്ങി നമ്മുടെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്ന പാടേത് ഓരോരുത്തരും ക്ഷീണം കൊണ്ട് ഇവിടെ അങ്ങനെ തളർന്നിരിക്കുവാണ്. കൂട്ടത്തിൽ എൻ്റെ കരിമി പൂച്ചയാണെങ്കിൽ ഇതാ വന്ന് എൻ്റെ കാലിലോട്ട് ഇരിക്കുന്നുണ്ട്. ആ ഗൗണിൻ്റെ സുഖവും പറ്റി. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.